ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ബ്ലൗസിൻ്റെ കൈയുടെ ബോട്ടത്തിൽ ചെയ്ത വർക്കാണ്. സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ഇഴയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് ചെരിച്ച് ആണ് കൊടുക്കുന്നത്. വലത് സൈഡിലോട്ടാണ് പാതി കൊടുക്കുന്നത്. ഇതുപോലെ ശേഷം ഇടത് സൈഡിലോട്ട് ആണ് കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബേസിക് ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോകളുണ്ട്, അതൊന്ന് കാണുക. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇടത്തോട്ട് ചെയ്ത പൂവിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ഇടത് സൈഡിലോട്ട് ഒരു പെറ്റൽ കൊടുക്കുക. സൂചി അവിടെ തന്നെ കുത്തി ഇറക്കുക. വീണ്ടും വലത് സൈഡിലോട്ട് ചെയ്ത പൂവിൻ്റെ ഉള്ളിൽ കൂടി വലത് സൈഡിലോട്ട് ഒരു പെറ്റൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇടത് സൈഡിൽ ചെയ്ത പെറ്റലിൻ്റെ ഉള്ളിൽ ഇടതുവശത്തോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ തുണി ഒരു ഗ്ലേസിംഗ് ഉള്ളൊരു ഗ്രീൻ തുണിയാണ്. അതുപോലെ തന്നെ ത്രെഡിന് ഗ്ലേസിംഗ് ആണ്. അതാണ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഈ നൂലുകൾ 6 ഇഴയും ഒന്നിച്ച് നമ്മുടെ കൂടെ വരാൻ ചാൻസ് ഇല്ല. വളരെ കട്ടി കുറഞ്ഞ നൂലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ചെറിയൊരു തടസ്സം ഉണ്ടായാൽ അതിൽ 1-2 നൂല് അവിടെ എവിടെയും പിടിച്ചിരിക്കും. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ട് വലിക്കരുത്. ഈ ഓരോ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടി ഇടത്തോട്ടുള്ള പെറ്റലിൻ്റെ ഉള്ളിൽ കൂടി ഇടത്തോട്ടും വലത്തോട്ടുള്ള പെറ്റലിൻ്റെ ഉള്ളിൽ കൂടി വലത്തോട്ടും ഓരോ പെറ്റൽ കൂടി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് നമ്മുടെ മുത്ത് പിടിപ്പിച്ച പോലെ തന്നെയാണ് ഇരിക്കുക. കുറച്ച് വലിയ മുത്ത് പോലെ തോന്നണമെങ്കിൽ 12 ഇഴ സൂചിയിൽ നൂലിടുക. അതിന് ശേഷം ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ 6 ഇഴ നൂലാണ്, അതുകൊണ്ട് ചെറിയ ഫ്രഞ്ച് നോട്ട് കിട്ടിയത്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ മുത്തിൻ്റെ അതേ ലുക്കാണ്. ഇതുപോലെ നൂല് മുകളിലേക്ക് സൂചി കുത്തി പൊക്കിയെടുക്കുക. അതിന് ശേഷം ഈ സൂചിയിൽ നൂല് 2 വട്ടം ചുറ്റുക. താഴേക്ക് കുത്തിപ്പൊക്കി അതേ സെയിം ഹോളിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. ഇതുപോലെ മേലോട്ട് നൂല് കുത്തിയെടുക്കുക. ശേഷം സൂചിയിൽ 2 വട്ടം ചുറ്റുക.
താഴേക്ക് താഴ്ത്തുക. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ആ ചെയ്ത ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് ഒരു വട്ടം കൂടി ഓരോ ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒരു കൈയുടെ ഫിനിഷായ വർക്കാണ്. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് കിട്ടുക. നമ്മൾ ഇവിടെ ഒരു മിറർ ആണ് ചെയ്യുന്നത്. ഇത് നാളെ കാണിച്ചു തരാം. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you.